ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തു ആണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, ഞാനെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അല്ലാതെ മറ്റൊരു മാർഗം ഞാൻ ഇതിന് കാണുന്നില്ല കണ്ണാന്ന് പറയുന്നുണ്ട്. എന്താടാ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അനന്തു പറയുന്നുണ്ട്, ഇപ്പം തന്നെ നീ കണ്ടില്ലേ ലേഖയുടെ അവസ്ഥ. ഇപ്പം തന്നെ നീലാംബരി മോള് മാറി നിൽക്കുമ്പോൾ അവളുടെ വേദന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവളിങ്ങനെ വേദനിക്കുന്നത് കാണാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അവളോട് സമ്മതം ചോദിച്ച് ഒരു കുഞ്ഞിനെ എടുത്താൽ അതവൾ സമ്മതിക്കില്ല. നീലാംബരി മോളുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് അവൾക്ക് ആ തെറ്റായിപ്പോയി എന്നൊരു തീരുമാനം തോന്നിക്കഴിഞ്ഞാൽ അതൊരിക്കലും തിരുത്താൻ കഴിയില്ല. അവളറിയാതെ ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഞാൻ തന്നെ ആ കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അവൾ തന്നെ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യും. ഈ ഒരു കാര്യം നീ ഇപ്പോൾ മഹിയോട് പോലും പറയണ്ടെന്ന് കണ്ണനോട് അനന്തു പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹിയാണെങ്കിൽ ലേഖയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ലേഖയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നുപേരും വേണ്ടി പോവുകയാണ്. നീ എന്തായാലും കുഞ്ഞിനെ നോക്കി ഇവിടെ തന്നെ നിൽക്കണം. നിനക്കെന്തായാലും ഇന്ന് സന്തോഷരാവ് തന്നെയല്ലേ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ ലേഖയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലേഖ പറയുന്നുണ്ട്, എന്തായാലും സന്തോഷം തന്നെയാണ് മഹി. ഇപ്പം നിങ്ങൾ പോകുന്നതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നീലാംബരി മോൾ ഇവിടെ ഉണ്ടല്ലോ, അതിൻ്റെ സന്തോഷം എനിക്ക് ഒരുപാട് തന്നെയാണ്. അവൾ ഇന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ലേഖയാണെങ്കിൽ. അതിനുശേഷം മഹിയും കണ്ണനും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. അതുവരെ നീ കുഞ്ഞിനെ സ്നേഹിച്ചങ്ങ് ലാളിച്ച് നോക്കിക്കോ, അതായിരിക്കും എൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഇപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ ലേഖ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനന്തു ആണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലേ, അവരുടെ കുഞ്ഞാണ്. നീ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ അനന്തേട്ടാ, കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഒരു തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ലേഖയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ നമ്മുടെ ജാനമ്മയെ പറ്റി പറയുന്നുണ്ടോ. ജാനമ്മയ്ക്ക് മകനെ എന്തൊക്കെയോ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മഹി. അവിടം വരെ നമുക്കൊന്ന് പോയി നോക്കണ്ടേ മഹി, കാര്യങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കണ്ടേ. ഇത് പിന്നെ ഞാൻ കണ്ണേട്ടനോട് പറയാനിരിക്കുകയായിരുന്നു. എന്തായാലും ജാനമ്മ ഒരു പാവാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ലേഖയെ പറ്റിയിട്ട് നമ്മുടെ കണ്ണനാണെ പറയുന്നുണ്ട്, ലേഖയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ മോളെ കാണാതിരിക്കുമ്പോൾ ലേഖയുടെ മനസ്സ് വേദനിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു ആപത്തിൽ ചെന്ന് ചാടുമോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അതൊന്നും ഇല്ല കണ്ണേട്ടാ, അവൾക്ക് സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലാതൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിനെ അവൾ നമ്മളിൽ നിന്ന് ഒരിക്കലും അകറ്റി മാറ്റില്ല, അതെനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും കണ്ണൻ്റെ മനസ്സിൽ അതൊരു സംശയമായിട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ജാനമ്മയുടെ മരുമകളാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ആശുപത്രിയിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ സ്വന്തം മകനെയും സ്നേഹിച്ചേക്ക്. ആ പ്രതാപനാണെങ്കിൽ ആളിത്തിരി ഭയങ്കര കടുപ്പക്കാരനാണ് എന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏട്ടനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അയാൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ജാനമ്മയോടാണെങ്കിൽ. അതിനുശേഷം ജാനമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലേഖയുടെ അടുത്തോട്ടാണെങ്കിൽ ലേഖയാണ് ചോദിക്കുന്നുണ്ട്, എന്താ ജാനമ്മേ, എന്തു പറ്റി ഇത്രയും താമസിച്ചത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വരുന്നത്, നേരത്തെ തന്നെ വരുമായിരുന്നല്ലോ. ഓ മോളെ, സുഖമില്ല, തീരെ വയ്യാതായി, അതൊക്കെ കൊണ്ട് തന്നെയാണ്. മോളെന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലു, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ നോക്കിക്കോളാം. ജാനമ്മ കുഞ്ഞിൻ്റെ പാലെടുത്തുകൊണ്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അടുക്കളയിലെ കാര്യങ്ങൾ മാത്രം ജാനമ്മ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ലേഖയാണെങ്കിൽ. അതിനുശേഷം ജാനമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് കുഞ്ഞിന് പാല് ചൂടാക്കുന്ന സമയത്താണ് പ്രതാപൻ വിളിക്കുന്നത്. ഇയാളെന്തിനാണ് എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? എൻ്റെ ഈശ്വര, എന്നെ കൊണ്ട് ഇയാൾ പോവുള്ളൂ എന്നുള്ള കാര്യം ജാനമ്മ മനസ്സിലാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കോൾ കട്ടാകുന്ന മുന്നേ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ട് ജാനമ്മയാണെങ്കിൽ. ജാനമ്മയോട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടോ? എൻ്റെ ആൾ പുറത്ത് തന്നെ ഉണ്ട്, അവിടെ ആളില്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ വിളിക്കണം, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാനമ്മയാണെ പറയുന്നുണ്ട്, ഇതൊക്കെ വലിയ പാവമാണ് സാറേ, ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു പൈസയും കടം വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മകൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ ആ പൈസ എനിക്ക് തിരിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യണം. ഏതാ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ജാനമ്മയ്ക്കാണെങ്കിൽ മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജാനമ്മയ്ക്ക് പ്രതാപം പറയുന്നത് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ ആരുമില്ലാത്ത സക്കം നോക്കിയിട്ട് പ്രതാപനെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ലേഖയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ. കുളിക്കാൻ പോകുന്ന ലേഖയുടെ സമയം നോക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രതാപനെ നമ്മുടെ ജാനമ്മ വിവരം അറിയിക്കുന്നത് തന്നെ. ജാനമ്മയാണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്,
ഇവിടെ ആരുമില്ല, നിങ്ങളുടെ ആളോട് വരാൻ പറഞ്ഞേക്കുക. പക്ഷെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലൊന്നും ചെയ്യരുത്. നിങ്ങളുടെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. അവൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് തരുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലാതെ എൻ്റെ അരികിലേക്ക് കൊണ്ടു തന്നെ വിട്ടണം. ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം ഇതിനെ, പക്ഷേങ്കിൽ കൊന്നു കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനോടായിട്ട് ജാനമ്മയാണെങ്കിൽ. അപ്പോഴേക്കും ജാനമ്മയാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട് ജാനവിക്കാണെങ്കിൽ. അങ്ങനെ ജാനമ്മ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അയാളെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റുന്നുണ്ട്. വീട്ടിലോട്ട് കയറുന്ന അയാളാണെങ്കിൽ വലിയൊരു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ടേക്ക് കയറുന്നത്. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഭയങ്കരമായിട്ട് സുരക്ഷിതമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ. അപ്പോഴേക്കും ജാനമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇത് വല്ലതും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഒരു കുഞ്ഞിനെയാണല്ലോ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ ആരും അറിയാതെ തന്നെ ആ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നീലാംബരി കരയുമ്പോൾ ജാനമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ജാനമ്മയാണെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ പാവങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടാണ് കളയുക എൻ്റെ ഈശ്വര എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി ജാനമ്മയെ വിളിക്കുന്നത്. ജാനമ്മയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ പോയി കണ്ടിരുന്നു, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പിന്നെ മകളുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിനേറെ പൈസയും കൊടുത്തിട്ടുണ്ട്. ജാനവിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മഹിയാണെങ്കിൽ. അപ്പം മഹിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജാനവിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ഇവരോടാണോ ഞാൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ജാനമ്മയാണെങ്കിൽ. ഇതേ സമയത്ത് ജാനമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ കൊന്നു കളയാൻ വേണ്ടിയിട്ട് കൂട്ടുന്നല്ലോ ഈശ്വര. അപ്പോഴേക്കും ജാനമ്മയോട് മഹി ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് ഉറങ്ങുകയാണോ? കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് എപ്പോഴും അടുത്ത് തന്നെ വേണം, അവൾ കരയാതെ തന്നെ നോക്കണേ ജാനമ്മയെ, ഞാൻ വരുന്നവരെ എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ. അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ജാനമ്മയാണെങ്കിൽ. ഈ അലർച്ച കേട്ടിട്ട് നമ്മുടെ ലേഖ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ലേഖയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, കുഞ്ഞ് എവിടെ ജാനമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാനില്ല, നീ എനിക്ക് അറിയില്ല കുഞ്ഞിനെ എവിടെയാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ജാനമ്മയാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്. ലേഖ പറയുന്നുണ്ട്, എന്താ ജാനമ്മ പറയുന്നത്, കുഞ്ഞിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കുളിക്കാൻ പോയത്, ജാനമ്മ എന്താ ശ്രദ്ധിക്കാതെ എന്ന് ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട് ലേഖയാണെങ്കിൽ. പെട്ടെന്ന് മാർക്കോയെ വിവരം അറിയിക്കുന്നുണ്ട് നമ്മുടെ ലേഖയും അനന്തൊക്കെ കൂടെ ചേർന്നിട്ടാണെങ്കിൽ. അങ്ങനെ മാർക്കോ ആണെങ്കിൽ ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. കുഞ്ഞ് എവിടെ പോകാനാ എന്നൊക്കെ അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ മാർക്കോ അവിടെ എത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മഞ്ജുവും ദുർഗയും കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നിയതാ കരുണ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. അങ്ങനെ കരുണ എല്ലാവരും കൂടെ സംശയിക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷരാവ് തന്നെയാണ്. അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്ത് തീർത്തതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് വീട്ടിലെത്തുന്നുണ്ട്. കരുണാലയത്തിലെത്തിയ പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താടാ പതിവില്ലാത്തൊരു സന്തോഷം, ഇതുപോലെയൊന്നും നീ സന്തോഷിപ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്തിനാ നീ ഇങ്ങനെ സന്തോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, ഇനി അമ്മേ നമ്മുടെ മോള് ഈ ഓണത്തിനെങ്കിലും സന്തോഷമായിട്ടിരിക്കും. ആ കുഞ്ഞ് ഇപ്പോൾ അതിർത്തി വിട്ട് തന്നെ പോയി കാണും. ആ കുഞ്ഞ് എന്തായാലും മറ്റൊരാളുടെ കയ്യിലോട്ട് കൈമാറിയിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ. എന്തായാലും നമ്മുടെ പ്രതാപനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ കണ്ണൻ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പ്രതാപൻ്റെ കാര്യങ്ങളിലാണ് ഈ ജാനമ്മ ഇതൊക്കെ ചെയ്യുന്നുള്ള കാര്യം കാണാൻ തീർച്ചയായിട്ടും അറിയുമെന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നാളത്തെ നല്ലൊരു എപ്പിസോഡിനായിട്ടായി. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.